നമസ്കാരം. യു.പി.യിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാ സ്ഥലത്തും യു.പി.ഐ ഇന്ന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അത്തരത്തിലുള്ള യു.പി.ഐ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ പിൻ നമ്പർ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യുന്നു. അതായത് 4 അക്കമുള്ള പിൻ നമ്പർ അല്ലെങ്കിൽ 6 അക്കമുള്ള പിൻ നമ്പർ. ഈ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പേയ്മെന്റ് പ്രൊസീഡ് ആവുന്നത്, പേയ്മെന്റ് ഡൺ ആവുന്നത്. പക്ഷേ ഈ ഒരു പുതിയ അപ്ഡേറ്റ്, അതായത് യു.പി.യിൽ വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ നമ്മൾ പിൻ നമ്പർ അടിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ മുഖം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഇനി പേയ്മെന്റ് നടത്താം എന്നുള്ളതാണ് യു.പി.ഐയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് NPCI ആണ് ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ മാറ്റം. ഇത് ഡിജിറ്റൽ പേയ്മെന്റ് കൂടുതൽ വേഗത്തിലാക്കാനും കൂടുതൽ എളുപ്പമാക്കാനും അതുകൂടാതെ കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് പിൻ കോഡ് അടിക്കുന്നതിന് പകരം നമുക്ക് ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണയായി 4 അക്കമുള്ള പിൻ കോഡ് അല്ലെങ്കിൽ 6 അക്കമുള്ള പിൻ കോഡ് ആണ് നമ്മൾ യു.പി.ഐ വഴി പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ അടിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു പുതിയ മാറ്റം വരുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പിൻ കോഡ് അടിക്കാതെ തന്നെ നമുക്ക് ഫേസ് സ്കാൻ ചെയ്തുകൊണ്ടോ ഫിംഗർ പ്രിന്റ് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ബയോമെട്രിക് ഒത്തന്റിക്കേഷൻ വരുന്നതോടുകൂടി യു.പി.ഐ പേയ്മെന്റ് കൂടുതൽ ഈസി ആകുന്നു. അതായത് നമുക്കറിയാം, നമ്മളൊരു ചായ കുടിച്ചു, അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് പല കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഓരോ തവണയും ഈ ഒരു പിൻ കോഡ് അടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റ് ഒരു സ്കാനർ നമ്മുടെ ഫേസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്, ഫോൺ അൺലോക്ക് ചെയ്യുന്നത് പോലെ ഫിംഗർ പ്രിന്റ് ജസ്റ്റ് അതിനകത്ത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഈ ഒരു യു.പി.ഐ പേയ്മെന്റ് ഈ ഒരു രീതിയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഫെസിലിറ്റി ആവശ്യമില്ല, ബയോമെട്രിക് വഴി എനിക്ക് പേയ്മെന്റ് നടത്തേണ്ട കാര്യമില്ല, എനിക്ക് നമ്പർ തന്നെ ടൈപ്പ് ചെയ്താൽ മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ബയോമെട്രിക് ഒതന്റിക്കേഷൻ അല്ലാതെ നിങ്ങൾക്ക് പിൻ കോഡ് ടൈപ്പ് ചെയ്തുകൊണ്ടും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. ഈ ഒരു പുതിയ ഫെസിലിറ്റി വരുന്നതോടുകൂടി നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പിൻ കോഡ് ഓർമ്മിക്കേണ്ട കാര്യമില്ല. ഒരുപാട് കോഡുകൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ. ATM പിൻ കോഡ് ഒരു ഭാഗത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാസ്വേഡുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകാം. ആ ഒരു സാഹചര്യത്തിൽ ഈ യു.പി.ഐ പാസ്വേഡ് കൂടെ ഓർമ്മിച്ച് വെക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് പ്രായമായുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഒരു പുതിയ ഫെസിലിറ്റി. എന്താണ് ഓൺ ഡിവൈസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ? നിങ്ങളുടെ ഫോണിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇത്. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടോ നിങ്ങളുടെ ഐഡന്റിറ്റി ഫോൺ ഉറപ്പുവരുത്തുന്നു. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോൺ എന്തായാലും അൺലോക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഒന്നുകിൽ പാസ്വേഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ID ഉപയോഗിക്കും. ഇന്ന് ഈ ഒരു ഫീച്ചർ ഇല്ലാത്ത സ്മാർട്ട് ഫോണുകൾ ഒന്നുമില്ല. ഈ സെയിം ഫെസിലിറ്റി തന്നെയാണ് നമ്മൾ യു.പി.ഐയിലേക്ക് വരുന്ന സമയത്തും യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ക്വിക്ക് ആണ്, അതുപോലെ തന്നെ സൗകര്യപ്രദവുമാണ്. വളരെ പെട്ടെന്ന് പേയ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ പേയ്മെന്റ് ചെയ്യാം. സോ യു.പി.ഐയിൽ വരുന്ന പ്രധാന മാറ്റത്തെക്കുറിച്ചാണ്, വരാൻ പോകുന്ന പ്രധാന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതുപോലെ തന്നെ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്ന പുതിയ രീതി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആധാർ ബേസ്ഡ് ഫേസ് ഒതന്റിഫിക്കേഷൻ, അതായത് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഫേസ് ഒതന്റിഫിക്കേഷനെ കുറിച്ചാണ്. നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള യു.പി.ഐ അക്കൗണ്ടിന്റെ പിന്ന് സെറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്നതിനോ ആയിട്ടാണ് ഇത്. UIDAI സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി ആധാർ ലിങ്ക്ഡ് ഫേസ് സ്കാൻ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം. സോ അതിന്റെ പരിണിതഫലമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യാതൊരു തരത്തിലുള്ള OTPയും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കാർഡ് ഡീറ്റെയിൽസും കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ യു.പി.ഐ പിൻ കോഡ് സെറ്റ് ചെയ്യുന്നതിനോ റീസെറ്റ് ചെയ്യുന്നതിനോ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ സഹായം ആവശ്യമില്ല. ഈ ഒരു ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫേസ് ഒതന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള സാധാരണക്കാർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സോ ബയോമെട്രിക് ബേസ്ഡ് ആയിട്ടുള്ള യു.പി.ഐ പേയ്മെന്റുമായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒരു തവണ 5000 രൂപ വരെയാണ് ഈ ഒരു ഫേസ് ഒതന്റിഫിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ലിമിറ്റ് മാത്രമാണ്. ഈ പദ്ധതി കൂടുതൽ വിപുലമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യവ്യാപകമായി ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഈ ഒരു 5000 എന്ന് പറയുന്ന ലിമിറ്റ് കൂട്ടാനുള്ള സാധ്യതയും ഉണ്ട്. നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ ആധാർ വഴി വെരിഫൈ ചെയ്തതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേയ്മെന്റിന്റെ പൂർണ്ണമായ സുരക്ഷ
സുരക്ഷിതത്വവും ഇവിടെ ഉറപ്പാകുന്നു. ഈ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ബാങ്കുകളും NPCIയും റെഡിയായി കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് അവരുടെ UPI ആപ്പുകളിൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ UPIയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അതിന്റെ ഇടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ആകസ്മികമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവിടെയാണ് നമ്മളുടെ ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. പ്രതിമാസം വെറും 699 രൂപ പ്രീമിയം അടക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാം. കോടികളുടെ കവറേജ് ലഭിക്കുന്ന ഈ ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. മാത്രമല്ല ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പാർട്ട്നേഴ്സുമാണ് ഇത്. കൂടാതെ 400 മുതൽ 500 രൂപ പ്രതിമാസം പ്രീമിയം നിങ്ങൾക്ക് അടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും പോളിസി ബസാറിൽ നിന്നും സ്വന്തമാക്കാം. മികച്ച കവറേജ് ലഭ്യമാക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഇവിടെയുണ്ട്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അത് എടുക്കാം. മാത്രമല്ല 30 മിനിറ്റിനുള്ളിലുള്ള ക്ലെയിം സെറ്റിൽമെന്റ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബയോയിലുള്ള ലിങ്കിൽ നിന്നും നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. ഇനി ഈ ഒരു പുതിയ ഫീച്ചർ വരുന്നത് വഴി എങ്ങനെയാണ് പേയ്മെന്റ് കൂടുതൽ എളുപ്പമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പിൻ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കൈ ഉപയോഗിച്ച് ഫോണിൽ നമ്മൾ പിൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫോൺ താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രണ്ട് കൈമില്ലാതെ പിൻ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാകും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു കാര്യം. കൂടാതെ വളരെ വേഗത്തിൽ പേയ്മെന്റ് നടക്കുന്നു. നിങ്ങളുടെ പിൻ നമ്പർ നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇനി തൊട്ടില്ല. അതുകൂടാതെ റോങ് പിൻ അടിക്കുന്നത് വഴി ട്രാൻസാക്ഷൻ ഫെയിൽ ആവാനുള്ള സാധ്യത ഇനി തൊട്ട് ഇല്ല. മാത്രമല്ല പിന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫിംഗർ പ്രിന്റും ഫേസ് സ്കാനറും കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ ഫോൺ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പിന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇന്ന് സ്കാമേഴ്സിന്റെ കയ്യിൽ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഫേസ് ഒതന്റിഫിക്കേഷൻ അതുപോലെ ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പിന്ന് കാരണം നമ്മുടെ പണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ UPI ട്രാൻസാക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ സ്മാർട്ടർ ആക്കാനും കൂടുതൽ സേഫ് ആക്കാനുമുള്ള ഒരു ഓപ്ഷനാണ് പുതിയ ഈ ഒരു ഫെസിലിറ്റി വരുന്നത് വഴി ഉണ്ടാകുന്നത്. മാത്രമല്ല വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം UPIയുമായി ബന്ധപ്പെട്ട ഫ്രോഡ്സ്റ്ററി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഈ ഒരു ഫെസിലിറ്റി വന്നതിന് ശേഷം. അതായത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ പിന്ന് ലീക്ക് ആവാനുള്ള അല്ലെങ്കിൽ ഷെയർ ആവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ പിന്ന് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. സ്കാമേഴ്സിന് നിങ്ങളെ പറ്റിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പിൻ അടിച്ചു മാറ്റാനുള്ള ഫെസിലിറ്റി അവരുടെ കയ്യിലുണ്ട്. ഈ ഒരു സാഹചര്യം ഇനി തൊട്ട് മാറും എന്നുള്ളതാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. എന്നിരുന്നാലും ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും യൂസറിന്റെ അനുവാദവും സെക്യൂരിറ്റിയും പ്രൈവസി പോളിസിയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റികൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്കീം പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകൾക്കും UPI ആപ്പുകൾക്കും ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് റെഡിയാക്കിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആപ്പുകൾക്കും ബാങ്കുകൾക്കും ഒരു തരത്തിലും ഓട്ടോമാറ്റിക് ആയിട്ട് ബയോമെട്രിക് പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം യൂസറിന്റെ കൺസെന്റ് വളരെ അത്യാവശ്യമാണ്. UPI ആപ്പ് ഉപയോഗിക്കുന്ന യൂസറുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഫേസ് ഐഡിയും അവരുടെ ഫിംഗർ പ്രിന്റും ഉപയോഗിച്ച് UPI പേയ്മെന്റ് നടത്താനുള്ള അനുവാദമുള്ളൂ. അതുമാത്രമല്ല യൂസർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഫെസിലിറ്റി ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കണം. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ UPI പാസ്വേഡ് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക് പേയ്മെന്റ് ഡിസേബിൾ ആവപ്പെടും. അത് തിരിച്ച് നിങ്ങൾക്ക് എനേബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ അത് മാനുവലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ UPI ആപ്പിൽ നിന്നും നിങ്ങൾ 90 ദിവസത്തോളം ബയോമെട്രിക് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയിട്ടില്ല എന്നാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇനാക്റ്റീവ് ആകുന്നു. ഇത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്തു തന്നെ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു UPI പേയ്മെന്റ് ബയോമെട്രിക് ഓപ്ഷൻ ഉപയോഗിച്ച് നടത്താൻ വേണ്ടി സാധ്യമാകുന്ന ഒരു ഫെസിലിറ്റി നമ്മുടെ UPI ആപ്പുകളിൽ ഉണ്ടാകും എന്നതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു തരത്തിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇത് ഓപ്ഷണൽ മാത്രമാണ്. സ്റ്റിൽ യു ഹാവ് ദ ഓപ്ഷൻ to make your payment through adding the pin. So pin ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ സ്റ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഫേസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അത് നിങ്ങളുടെ ഓപ്ഷൻ ആണ്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ഒരു ഫീച്ചർ എനേബിൾ ആകുന്നത്. ആദ്യം ചില ബാങ്കുകളിലും UPI ആപ്പുകളിലും അത് ഫെസിലിറ്റി ആരംഭിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് അതിനൊരു പ്രോഗ്രസ് എന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഇത് വ്യാപകമായിട്ട് പ്രചരിക്കാൻ പോകുന്നത്. മാത്രമല്ല സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിങ്ങളുടെ ഫോൺ സോഫ്റ്റ്വെയറും ആപ്പുകളും അപ്ഡേറ്റഡ് ആണെന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ UPIയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാറ്റം, UPI പേയ്മെന്റിൽ വരാൻ പോകുന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.